ഏട്ടൻ വന്നതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ നമ്മുടെ കേരേനെയും നമുക്ക് കുറച്ച് ചെമ്മീനും എടുത്തിട്ട് ഇന്നത്തേക്കുള്ള ശാപ്പാട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കേരക്കുട്ടിനെ ആദ്യം തന്നെ മാറ്റി വെച്ചു, കാരണം അത് കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. അതെനിക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ഞാൻ കൈ കടത്താറുള്ളൂ കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള ചെമ്മീനും ഒരു കോരയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിനിടയിൽ നിന്ന് ഒരു കുഞ്ഞു ഞണ്ടിനെ കിട്ടിയത് ഭരത്തുമോന് കാണിച്ചു കൊടുത്തു കേട്ടോ. അവൻ എൻ്റെ പുറകെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഞണ്ടിനെ വെച്ചിടാന്ന് കേട്ടോ. അപ്പോൾ അവൻ പറയാൻ ഞണ്ട് കടിക്കുന്നു. പിന്നെ അവനോട് ഞാൻ എന്ത് പറയാനാ. അങ്ങനെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പിന്നെയും കടന്നു കേട്ടോ. ചെമ്മീനൊക്കെ നുള്ളി നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്ര നേരം എടുക്കും ഇത് നുള്ളി എടുക്കാമെന്ന് എനിക്ക് ദൈവത്തിന് മാത്രം അറിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഏട്ടനോട് ചോദിക്കുകയാണ്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിലെങ്കിൽ ഞാൻ നന്നാക്കി തീരുമെന്ന് കേട്ടോ. ഏട്ടനൊരു ചിരി മാത്രം പറഞ്ഞോളൂ കേട്ടോ, കാരണം ഏട്ടനറിയത് പെട്ടെന്ന് ഞാൻ നന്നാക്കി തീരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെ നമ്മുടെ കേരക്കുട്ടിനെ മുറിക്കാൻ വേണ്ടി പോയിട്ടോ. ഈ ചോര കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എത്രത്തോളം നല്ല ഫ്രഷ് മീനാണ് ഞങ്ങൾ മീനെന്ന്. അങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അവസാനം അടുക്കളയിൽ നിന്ന് നോക്കിയിട്ട് അമ്മ എന്നോട് വിളിച്ചറിഞ്ഞു, മോളെ ഇത് ഇങ്ങനെയൊന്നും അല്ലടാന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉദ്ദേശം പോലെ ഒന്നല്ലേ ഈ മീൻ മുറിക്കേണ്ടതെന്ന്. അവസാനം ഞാൻ അമ്മനോട് ചോദിച്ച് മനസ്സിലാക്കി ശേഷം മീൻ മുറിയിലേക്ക് കടന്നു കേട്ടോ. എന്തായാലും തല ഞാൻ ആദ്യം തന്നെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു തലക്കറിയൊക്കെ ഉണ്ടാക്കാം അല്ലേ. ഇതിന് മുന്നേ ഞാൻ തലക്കറിയൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ചതുകൊണ്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് തലക്കറി ഉണ്ടാക്കാൻ വെച്ച് തല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മീൻ കുട്ടന്മാരെ ഓരോരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേരയും സൂദ്യം ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ മീൻമുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല കേട്ടോ. എല്ലാം അമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മാറി നിന്നോട്ടെ, കാരണം ഇത് ഒരു നടക്കി പോയില്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല കേര പൊരിച്ചതും ചെമ്മീൻ ഫ്രൈയും, കേരക്കറി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് പൊരിച്ചത് മതിയായിരുന്നു. ഉപ്പേരിയൊക്കെ കൂടെ ഒരു പിടി പിടിച്ചു ഗൈസ്. അപ്പം വീണ്ടും കാണാം. ബൈ ബൈ.